ഹായ്, നമ്മൾ ഇന്ന് റീചാർജ് റിക്വസ്റ്റിൽ ക്യാഷ് ഇട്ടിട്ട് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ അടക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമ്മൾ ഈ റീചാർജ് റിക്വസ്റ്റ് എന്നുള്ള ഈ റൗണ്ടിലുള്ള ഈ സംഭവം നമ്മൾ ഓപ്പൺ ചെയ്യുക. റീചാർജ് റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരും. അപ്പോൾ അത് ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. ഓൺലൈനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് എത്രയാണ് എമൗണ്ട് എത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇന്ന് ഇലക്ട്രിസിറ്റി ബില്ലാണ് അടക്കുന്നത്. അതടക്കുക ചെയ്യാം. അവിടെ നമ്മൾ എത്രയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബ്ലൂ ടിക്ക് വരണം. എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ QR കോഡ് വരും. ഈ QR കോഡ് സ്ക്രീൻഷോട്ട് ചെയ്യാം. ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ആ സ്ക്രീൻഷോട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ 2000-ൽ കൂടുതൽ ക്യാഷ് അത് പിൻസോപ്പയിൽ മാത്രമല്ല എവിടെയാണെങ്കിലും നമുക്ക് QR കോഡിൽ സെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ QR കോഡ് എടുത്തിട്ട് നമ്മൾ ഫോട്ടോ നമ്മൾ വേറൊരു മൊബൈലിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ട് ആ ഫോട്ടോസ് ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് വേറൊരു മൊബൈലിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യാം. അത് ഏത് ആണെങ്കിലും നമുക്ക് ഫോണിൽ കൂടിയിട്ട് 2000 രൂപ കഴിഞ്ഞെങ്കിൽ QR കോഡിൽ അടക്കാൻ പറ്റില്ല കേട്ടോ. ഫിൻസോപ്പിൻ്റെത് മാത്രമല്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഫോട്ടോസ് നമ്മളടുത്ത് ഫോൺ ഉണ്ടാവുമല്ലോ, വേറെ ഫോൺ ഉണ്ടാവില്ല, ആ ഫോണിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യാം. ഫോണിലേക്ക് സെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഗൂഗിൾ പേയിലേക്ക് പോവാം. ഗൂഗിൾ പേ ഉണ്ടാവുമല്ലോ, ഗൂഗിൾ പേയിൽ പോയിട്ട് ഫോൺ ഹാങ് ആയിട്ട് സ്ലോ ആണ്. എന്നിട്ട് നമ്മൾ സ്ക്രീൻ ആണ് QR കോഡ് എന്നുള്ള ഫോട്ടോസ് കാണും. നമ്മളിത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് മറ്റേതല്ലെങ്കിൽ 2000 രൂപയിൽ കുറവാണെങ്കിൽ നമ്മൾ ഗാലറിയാണ് എടുക്കേണ്ടത്. ഇത് ഞാനിപ്പോൾ ഫോട്ടോ തന്നെ ഫോണിൽ ഫോട്ടോ ആണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് വന്നു. എന്നിട്ട് ഞാൻ പേ ചെയ്യാം. നമ്മൾ ഗൂഗിൾ പേൻ്റെ കോഡ് അടിച്ചു കൊടുത്തിട്ട് പേ ചെയ്യും. അക്കൗണ്ടിൽ ക്യാഷ് ഫിൻസോ ടെക്നോളജിയിൽ ക്യാഷ് സെൻഡ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഡൺ അടിച്ചു. അവിടെ സേഫാണ് നമ്മളെ പൈസ കേട്ടോ. നമ്മൾ ഫെയിൽഡ് ആയെങ്കിലും പേടിക്കണ്ട. പിന്നെ നമ്മൾ ഈ സൈഡ് ബട്ടൺ അടിച്ചിട്ട് ബാക്കല്ല സൈഡ് ബട്ടൺ അടിക്കുമ്പോൾ ഈ സൈഡ് 4 വരെയില്ല, അത് അടിച്ചാൽ അങ്ങനെ നമ്മളെ വാലറ്റിൽ ക്യാഷ് റെഡി ആയിട്ടോ. ഡണ്ണായേ. ക്യാഷ് ഇവിടെ കാണുന്ന 2474. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് വാലറ്റിൽ ക്യാഷായി. നമുക്കിപ്പോൾ ഒരാഴ്ച മുമ്പ് 10 ദിവസം മുമ്പ് വാലറ്റിൽ ക്യാഷ് ഇട്ട് വെക്കാം. ആ വെച്ചിട്ട് നമുക്ക് ടൈം കിട്ടുമ്പോൾ എന്തിനാണ് നമ്മൾ അല്ലെങ്കിൽ 2000, 3000, 1000, 2000 എത്ര വേണം കിട്ടേക്കുക. എന്നിട്ട് നമുക്ക് ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യുക, ഇലക്ട്രിസിറ്റി ബില്ല് എടുക്കുക, DTH ചെയ്യുക, ഗ്യാസ് ചെയ്യുക, ഒക്കെ നമ്മൾ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഞാനിവിടെ ഇലക്ട്രിസിറ്റി ബില്ലാണ് അടക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ഓപ്പറേറ്റർ എവിടെയാണ്, കേരള അടിക്കുക. കേരള ഇലക്ട്രിസിറ്റി ബില്ലാണ്. അപ്പോൾ എവിടെയാണെന്നാണ് ചോദിക്കുന്നത് ഇവിടെ താഴെ. അത് നമ്മൾ കേരള അടിക്കുക. പിന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലാണ് ഇവിടെ നമ്മൾ കൺസ്യൂമർ നമ്പറാണ് അടിക്കേണ്ടത്. ഇവിടെ ഫോൺ നമ്പർ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്യാസിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ കൊടുത്താൽ മതി കേട്ടോ. കൺസ്യൂമർ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. അത് കോപ്പി ചെയ്യുക. കൺസ്യൂമർ നമ്പർ ശരിക്കും ടൈപ്പ് ചെയ്തിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ശരിക്കും നോക്കിയിട്ട് കോപ്പി ചെയ്ത് വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 2474
74. പിന്നെ എം പിൻ നമ്പർ എത്രയാണ്? എം പിൻ നമ്പർ, ആ എം പിൻ നമ്പർ 4 അക്ക നമ്പർ ആയിരിക്കണം. അത് 9283. റീചാർജ് നൗ അടിക്കാം. $2474 രൂപ റീചാർജ് ചെയ്തപ്പോൾ 12 രൂപ 37 പൈസ. അത് 2%, പക്ഷേ ഇവർക്കത് കുറയും. 1000 രൂപ കൊണ്ടാണ് പാക്കേജ് എടുത്തത്. അപ്പോൾ അവർ റീചാർജ് ഫോണിൽ റീചാർജ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഒരു മാസം 2000 രൂപൻ്റെതേ നമുക്കതിൽ കിട്ടും. 10,000 ഒക്കെ എടുത്താൽ നമുക്ക് ശരിക്കും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഓക്കെ.